ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. തെക്കൻ കുരിശുമലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 7 മണിയോട് കൂടിയാണ് ഇവിടെ എത്തിയത്. ആദ്യമായിട്ടാണ് ഈ ഒരു നൈറ്റ് കുരിശുമല കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്നത്. മാർച്ച് 22 ഞായർ വരെ ഇവിടെ ഉള്ളൂ. ഏകദേശം 3000 അടി ഹൈറ്റിലാണ് നമ്മുടെ കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ പകലാണ് വരുന്നതെങ്കിൽ നമുക്ക് നെട്ട ഡാം, കൂനിച്ചിമല, പിന്നെ കൊണ്ടകെട്ടി, കാളിപ്പാറ, വില്ലൂന്നിമല, ചിറ്റാറ് 1ഉം 2ഉം, പിന്നെ നമ്മുടെ അമ്പൂരിയിലെ കുന്നത്തുമല, കന്നിത്തൂൺ മല എന്നിങ്ങനെ തുടങ്ങി നെയ്യാർ ഡാമിൻ്റെ റിസർവയർ വരെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അടിപൊളി കാഴ്ചയാണ് പകൽ. രാത്രിയുള്ള വ്യൂവും മോശമല്ല, അടിപൊളിയാണ്. നല്ല കാലാവസ്ഥയാണ്, തണുപ്പുള്ള കാറ്റും പിന്നെ വെയിലൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് നമുക്ക് ടോപ്പിൽ പോയിട്ട് ഇറങ്ങി വരാൻ പറ്റും. 7ാമത്തെയോ 8ാമത്തെയോ കുരിശ് വരെയാണ് നമ്മുടെ കേരള ബോർഡർ ഉള്ളത്. അത് കഴിഞ്ഞ് തമിഴ്നാട് ബോർഡറാണ്. അപ്പോൾ ടോപ്പിൽ തമിഴ്നാട് പോലീസും താഴെ കേരള പോലീസുമാണ്. പിന്നെ നൈറ്റ് വ്യൂ അടിപൊളിയാണ്. നമ്മളത് സിറ്റി ഫുള്ള് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വേറെ ലെവലിൽ കാണാൻ കഴിയും. 1957 കാലഘട്ടത്തിലാണ് കുരിശുമല വരുന്നത്. ആദ്യം ഒരു തടിയുടെ കുരിശാണ് വെച്ചിരുന്നത്. പിന്നെ ക്രമേണ അത് അപ്ഡേറ്റായി ഈ ഒരു ലെവലിലോട്ട് മാറിയിട്ടുണ്ട്. മെഴുകുതിരി നല്ല രീതിയിൽ കത്തുകയാണെങ്കിൽ കമ്മിറ്റി ഭാരവാഹികൾ അപ്പോൾ തന്നെ തീ അണച്ച് ചെറിയ രീതിയിലേക്ക് വിടുന്നുണ്ട്. വരുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ വരിക. ഞായറാഴ്ച വരെ ഉള്ളൂ. വേറൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കുരിശുമല എന്ന് പറയുന്നത്. തമിഴ്നാടിൻ്റെ ഭാഗമായ ആറുകാണി, പത്തുകാണി, പേണു എന്നിങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി അന്തരീക്ഷമാണ്. സൂപ്പർ കാറ്റും കാര്യങ്ങളായിട്ട് അടിപൊളിയായിരുന്നു. നമ്മളിനി പതിയെ ഇറങ്ങുകയാണ്. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കുരിശുമല. അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക. നല്ല അടിപൊളി വ്യൂ ആണ് രാത്രി. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് നോക്കുമ്പോൾ കുരിശുമല ഈ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.